നമസ്കാരം. ഇന്ന് നമ്മൾ ലോകത്തിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയായ മെൽബൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ US-ലെ 2 യൂണിവേഴ്സിറ്റിയെ കുറിച്ച് MIT അതുപോലെ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയെ പറ്റി ഉള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. കുറേ പേര് വിളിച്ചു. അപ്പൊ ഈ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടണമെങ്കിൽ അവരുടെ ക്രൈറ്റീരിയ എല്ലാം നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താലേ സ്കോളർഷിപ്പ് കിട്ടത്തുള്ളൂ. അതുപോലെ US-ല് ചിലപ്പോൾ ഫീസ് കൂടുതലായിരിക്കും, മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ ചിലപ്പോൾ ഫീസ് കുറവായിരിക്കും. ഇപ്പം നമ്മൾ ഇന്ത്യ തന്നെ കമ്പയർ ചെയ്ത് US-നേക്കാളും എത്രയോ കുറവാണ് ഇന്ത്യയിലുള്ള ഫീസ്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും കുറേ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ട് കിട്ടും, സ്കോളർഷിപ്പ് ആയാലും ഫീസ് ആയാലും. സോ US-ലല്ല കിട്ടിയില്ല അല്ലെങ്കിൽ ടോപ്പ് യൂണിവേഴ്സിറ്റികൾ മറ്റ് രാജ്യങ്ങളിലുള്ളതും കൂടെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മെൽബൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. മെൽബൺ യൂണിവേഴ്സിറ്റി ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ലോയാണ്. ലോയ്ക്ക് വേണ്ടി ഫസ്റ്റ് നമ്മളിപ്പോൾ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ MBA ചെയ്താൽ അതിനൊരു പ്രത്യേക വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ ലോയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. മറ്റ് കോഴ്സുകൾ ഒരുപാടുണ്ട്, ആർക്കിടെക്ചർ ആയാലും അതുപോലെ ഏത് കോഴ്സുകളായാലും എഞ്ചിനീയറിംഗ്, BA എഞ്ചിനീയറിംഗ്, അതുപോലെ മറ്റ് കുറേ കോഴ്സുകളുണ്ട്. അതിൽ പക്ഷേ ടോപ്പ് കോഴ്സ് എന്ന് പറയുന്നത് ലോയ്ക്കാണ് ഇത് കൂടുതലായിട്ടും പ്രാധാന്യമുള്ളത്. അതുപോലെ ഈ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. ലോകത്തിലെ 13ാമത്തെ യൂണിവേഴ്സിറ്റി, ടോപ്പ് 13ാമത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട് മെൽബൺ യൂണിവേഴ്സിറ്റി വരുന്നു. സോ അത് അത്രയും ഫേമസ് ആയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് മെൽബൺ യൂണിവേഴ്സിറ്റി, അല്ലെ? അതുപോലെ തന്നെ ഇവിടെ സ്കോളർഷിപ്പ് ഇപ്പം ബിൽ ഗേറ്റ്സ് ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് അനുവദിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഇപ്പം നിങ്ങൾക്ക് അത്രയും ഇതില്ല, പക്ഷെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, നല്ല മാർക്കുണ്ട്, നിങ്ങൾക്ക് പോകണം. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറെ ഫൗണ്ടേഷൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവും. അതുപോലെ എല്ലാ കാര്യങ്ങളും IELTS പോലത്തെ കുറെ അവരുടെ റൂളുകളുണ്ട്. അതെല്ലാം ഇത് ചെയ്താലേ നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ കയറാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് ലോയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ കുറെ കൂടെ അവര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻസ് 70% ഇന്ത്യൻസ് ഇപ്പൊ അപ്ലൈ ചെയ്താൽ പ്ലേസ്ഡ് ആവും മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ. അതിന്റെ ക്രൈറ്റീരിയ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ പ്ലേസ്ഡ് ആവാൻ പറ്റത്തുള്ളൂ. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അവിടുത്തെ അഡ്മിഷൻ. അപ്പം നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് അവരുടെ ലിങ്കിൽ പോയി അപ്ലൈ ചെയ്യാവുന്നതാണ്. ജനുവരി ഫെബ്രുവരി മാസം. അതിനു മുമ്പ് നിങ്ങൾ അവർക്ക് വേണ്ട ക്രൈറ്റീരിയകൾ, ഫോർ എക്സാമ്പിൾ IELTS, ഇപ്പം GMAT അങ്ങനത്തെ ഉള്ള ക്രൈറ്റീരിയകൾ, ഇപ്പം MBA ആണെങ്കിൽ GMAT അങ്ങനത്തെ ക്രൈറ്റീരിയകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾ അതെല്ലാം അപ്ലൈ ചെയ്ത് കറക്റ്റായിട്ട് അത് ഫുൾഫിൽ ചെയ്ത് വെച്ചാൽ അന്നേരം നിങ്ങൾക്ക് ജനുവരി ഫെബ്രുവരി മാസം അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം യൂണിവേഴ്സിറ്റികളിൽ പോകുന്നതിന് മുമ്പ്, വെളിയിലത്തെ യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന ആഗ്രഹമുള്ള കുട്ടികൾ ആദ്യമേ ഇപ്പം PG ചെയ്യുന്നവരാണെങ്കിൽ ഡിഗ്രി സമയത്ത് തന്നെ ഇതെല്ലാം നോക്കി വെച്ചിട്ട് ലാസ്റ്റ് അപ്ലൈ ചെയ്യണം. ആ ഒരു മന്ത് മാത്രമേ ഇതിന്റെ അഡ്മിഷൻ ക്രൈറ്റീരിയ വരത്തുള്ളൂ. അപ്പൊ തന്നെ അപ്ലൈ ചെയ്താലേ നിങ്ങൾക്കും അതിനകത്തോട്ട് കയറി അപ്ലൈ ചെയ്യാനും, പിന്നെ അത് കഴിഞ്ഞ അടുത്ത മാസങ്ങളിൽ നോക്കിയാൽ അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് കാണത്തില്ല. സോ അത് നേരത്തെ നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്ത് അത് നോക്കണം. അഡ്മിഷൻ എന്ന് വരുന്നു, എന്തൊക്കെ ക്രൈറ്റീരിയ IELTS അതുപോലെ GMAT അങ്ങനത്തെ ക്രൈറ്റീരിയകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് ആ സമയത്ത് അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുപോലെ മെൽബൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവലത്തെ യൂണിവേഴ്സിറ്റിയാണ്, 13ാമത്തെ യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലേസ്ഡ് ആവും. നിങ്ങൾ അവിടെ നിന്ന് ഒരു ഡിഗ്രി എടുത്താൽ അല്ലെങ്കിൽ ഒരു PG എടുത്താൽ ലോകത്തെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭ്യമാവുന്നതാണ്. അതുപോലെ
ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ പോലെ കുറേ ഫൗണ്ടേഷൻസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ അവിടെ കാണും. വൺസ് നിങ്ങൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരൊക്കെ ഇങ്ങനത്തെ ഫൗണ്ടേഷൻസിനെ പറ്റി അറിയാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. പിന്നുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ടെസ്റ്റുകൾ ഇങ്ങനെ എല്ലാ മാസവും വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ അത് ടെസ്റ്റ് പാസ് ചെയ്ത് നിങ്ങൾക്ക് അതിനായിട്ടുള്ള റിവാർഡ്സ് കിട്ടും. ആ റിവാർഡ്സ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഫീസുകളൊക്കെ അടയ്ക്കാനുള്ള കാര്യങ്ങൾ കിട്ടുന്നതാണ്. ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ 13ാമത്തെ യൂണിവേഴ്സിറ്റിയായ മെൽബൺ യൂണിവേഴ്സിറ്റി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അഡ്മിഷൻ ഉണ്ട്. അതുപോലെ അവരുടെ ടോപ്പ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ലോയിലാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മറ്റ് ബ്രാഞ്ചുകളിലുള്ള കുട്ടികൾ മറ്റ് ഇതിൽ ഇല്ലെന്നല്ല, ഉണ്ട്, പക്ഷെ ലോ ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള കുറച്ചും കൂടെ നല്ലതായിരിക്കും അവരുടെ ലോ. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല ഒരു അഡ്വക്കേറ്റോ എന്തോ ആ ലോയുടെ ഇതിലുള്ള എല്ലാ ജോലികളും നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.